ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ലിജോ എന്ന പയ്യൻ പപ്പിമോളുടെ സീറ്റിലിരിക്കുന്നു. അതിനുശേഷം പപ്പിമോളുടെ ബാഗ് വലിച്ചെറിയുന്നുണ്ട്. ലിജോ കുട്ടികളോടെല്ലാം പറയുന്നുണ്ട്, എന്നെ അനുസരിച്ചാൽ എല്ലാവർക്കും നല്ലതായിരിക്കുമെന്നൊക്കെ. അതേസമയം ടീച്ചറാണെങ്കിൽ ഫോണിൽ ഭർത്താവിനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് സത്യമോൾ പറയുന്നുണ്ട്, ഞാൻ ക്ലാസ്സിലോട്ട് പൊക്കോട്ടെ എന്ന്. ടീച്ചർ അപ്പോൾ പൊക്കോളാൻ എന്നൊക്കെ പറയുന്നു. പപ്പിമോൾ വെള്ളം എടുത്ത് തിരിച്ചു വരുമ്പോൾ സീറ്റിലാണെങ്കിൽ ലിജോ ഇരിക്കുന്നത് കാണുന്നു. ലിജോയോട് പറയുന്നുണ്ട്, കുട്ടി എന്തിനാണ് ഇവിടെ കയറിയിരിക്കുന്നത്, ഇത് എന്റെ സീറ്റാണെന്നൊക്കെ പറയുന്നു. ലിജോ ഇപ്പോൾ പറയുന്നുണ്ട്, നീ കള്ളം പറയുകയാണ്, നിന്റെ സീറ്റാണെന്ന് ആര് പറഞ്ഞു? പപ്പിമോൾ ഇപ്പോൾ പറയുന്നുണ്ട്, എന്നെ ടീച്ചർ ഇവിടെ കൊണ്ടിരുത്തിയതാണെന്നൊക്കെ, എന്റെ ബാഗും എവിടെ പോയെന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് ലിജോ പറയുന്നുണ്ട്, നിന്റെ ബാഗ് ആ മൂലയ്ക്കെങ്ങാനും കാണും, നിന്നെ ടീച്ചർ ഒന്നും ഇവിടെ ഇരുത്തിയതല്ല. അല്ലെങ്കിൽ ഞാൻ ഇവരോടൊക്കെ ചോദിക്കട്ടെ, ഈ കുട്ടിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ, ഇവിടെ കൊണ്ടിരുത്തിയോ എന്നൊക്കെ ചോദിക്കുന്നു. കുട്ടികളൊന്നും ഇരുത്തിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കുട്ടികളെല്ലാവരും കള്ളം പറയുകയാണ്. ആ സമയത്ത് ലിജോ പറയുന്നുണ്ട്, നീ കള്ളം പറയുകയാണ്, നീ കള്ളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പപ്പിമോളെ പിടിച്ചു തള്ളുന്നു. പപ്പിമോൾ താഴെ വീഴുന്നുണ്ട്. കുട്ടികളെല്ലാം അത് കണ്ടിട്ട് ചിരിക്കുകയാണ്. സമയത്താണ് സത്യമോൾ അകത്തേക്ക് കയറി വരുന്നത്. സത്യമോൾ ആണെങ്കിൽ പപ്പിമോൾക്ക് കൈ കൊടുക്കുന്നുണ്ട്. പപ്പിമോൾ ആ കൈ പിടിച്ച് എഴുന്നേക്കുന്നുണ്ട്. പപ്പിമോളോട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന്. സത്യോടപ്പോൾ എല്ലാ കാര്യങ്ങളും പപ്പിമോൾ പറയുന്നുണ്ട്. പപ്പിമോൾ പറയുന്നുണ്ട്, ഇപ്പൊ തന്നെ പോയി പ്രിൻസിപ്പലിനോട് പറയണമെന്നൊക്കെ. അത് കേൾക്കുമ്പോൾ സത്യമോൾ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, നമ്മളുടെ പ്രശ്നം നമ്മൾ തന്നെ പരിഹരിക്കണമെന്നൊക്കെ പറയുന്നു. സത്യമോൾ ആണെങ്കിൽ ലിജോയോട് പറയുന്നുണ്ട്, എഴുന്നേക്കടാന്നൊക്കെ. അന്നേരം അവൻ പറയുന്നുണ്ട്, പോടീന്ന്. സത്യമോൾ അപ്പോൾ ആ പയ്യന്റെ കോളറിൽ പിടിച്ചിട്ട് എഴുന്നേക്കാനെന്ന് പറയുന്നു. അപ്പോൾ ആ പയ്യൻ എഴുന്നേക്കുകയാണ്. ആ പയ്യൻ ഇപ്പോൾ ചോദിക്കുകയാണ്, കുട്ടി ആരാണെന്ന്. സത്യാമ്മ ഇരിക്കുന്നത് പോലെ സത്യമോൾ അവിടേക്ക് ഇരിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ സത്യയാണ്, സത്യഭാമയാണെന്ന്. സത്യമോൾ ആണെങ്കിൽ പറയുന്നുണ്ട് പപ്പിമോളോട് എല്ലാ കാര്യം ഒന്നുകൂടെ പറയാനെന്ന്. പപ്പിമോൾ അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സത്യമോൾ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, ഈ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന്. അപ്പോഴാണെങ്കിൽ ആ കുട്ടികളെല്ലാം പറയുന്നുണ്ട് സത്യമാണെന്ന്. സത്യമോൾ ഇപ്പോൾ പറയുന്നുണ്ട്, ഇതിപ്പോൾ പരാതിയായിട്ട് പ്രിൻസിപ്പലിനോട് പറഞ്ഞാൽ പേരൻസിനെയൊക്കെ വിളിപ്പിക്കും, അതുകൊണ്ട് അതിന്റെ ആവശ്യമുണ്ടോ, ഇപ്പൊ സോറി പറയുന്നതാണോ നല്ലതെന്നൊക്കെ ചോദിക്കുന്നു. സോറി പറയുക മാത്രമല്ല, ബാഗും എടുത്തുകൊണ്ട് തിരിച്ചു കൊടുക്കണമെന്നൊക്കെ പറയുന്നു. ആ പയ്യനാണെങ്കിൽ അതുപോലെ എല്ലാം ചെയ്യുകയാണ്, സോറിയും പറയുന്നുണ്ട്. മറ്റു കുട്ടികൾ അപ്പോൾ പറയുന്നുണ്ട്, ആ പയ്യനെ കൊണ്ട് ഏത്തം കൂടെ ഇടിപ്പിക്കണമെന്ന്. അത് കേൾക്കുമ്പോൾ സത്യമോൾ പറയുന്നുണ്ട്, ഇത്രയും പ്രശ്നമുണ്ടായിട്ട് നിങ്ങൾ ആരും പ്രതികരിച്ചില്ല, കണ്ടു നിന്നതേ ഉള്ളൂ. കൂട്ടത്തിൽ ഒരാൾക്കാണെങ്കിൽ എന്തെങ്കിലും പറ്റുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, നിങ്ങളും തെറ്റാണ് ചെയ്തതെന്നൊക്കെ പറയുന്നു. നിങ്ങളപ്പോൾ സപ്പോർട്ട് ചെയ്യാതെ എല്ലാവരും കൂടെ ചിരിക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറയുന്നു. സത്യമോൾ ആണെങ്കിൽ ആ പയ്യനോട് പുറകെ പോയിരിക്കാൻ പറയുന്നു. അതിനുശേഷം പപ്പിമോൾക്ക് കൈ കൊടുക്കുന്നുണ്ട്. ഇനിയും തൊട്ട് നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കുമെന്നൊക്കെ രണ്ടുപേരും പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് സുസ്മിതയാണ്. സുസ്മിത പോൾസൺ എന്ന ഗുണ്ടയെ വിളിക്കുന്നുണ്ട്. അയാളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ശ്യാമയെ ഓർമ്മയുണ്ടോ എന്നൊക്കെ. അയാൾ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ മറക്കാനാ, എന്റെ 6 വർഷം ജയിലിൽ കളഞ്ഞത് അവള് കാരണമല്ലേ എന്നൊക്കെ പറയുന്നു. പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ് പോൾസൺ. അതിനുശേഷം സുസ്മിതയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നൊക്കെ. സുസ്മിത അപ്പോൾ പറയുന്നുണ്ട്, ശ്യാമയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം, അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെയൊക്കെ നീ ചെയ്യണമെന്ന് പറയുന്നു. പോൾസൺ അപ്പോൾ പറയുന്നുണ്ട്, ഇതൊരു ചീള് കേസല്ലേ എന്നൊക്കെ. സുസ്മിത അപ്പോൾ പറയുന്നുണ്ട്, നീയും പണ്ട് അങ്ങനെയാണ് പറഞ്ഞത്, ശ്യാമ ഇപ്പോൾ സത്യഭാമയുടെ മരുമകളാണ്, അതുകൊണ്ട് 60 മടങ്ങ് അവക്ക് ശക്തിയുണ്ടെന്നൊക്കെ പറയുന്നു. പോൾസൺ അപ്പോൾ പറയുന്നുണ്ട്, ഈ കാര്യം ഞാൻ ഏറ്റു, സ്പോട്ടിലെത്തിയിട്ട് മേഡത്തെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. ശേഷം കാണിക്കുന്നത് രോഹിത്തിനെയും വിഷ്ണുവിന്റെ അച്ഛനെയുമാണ്. വിഷ്ണുവിന്റെ അച്ഛൻ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, മോളുടെ ഫസ്റ്റ് ഡേ അല്ലായിരുന്നോ, സ്കൂൾ ദിവസം നീ കൂടെ പോകേണ്ടതല്ലേ, എന്നിട്ട് നീ എന്താണ് വരാഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നു. രോഹിത് അപ്പോൾ പറയുന്നുണ്ട്, ഹോട്ടലിൽ അർജന്റായിട്ട് ഒരു വർക്ക് ഉണ്ടായിരുന്നു, ലൈസൻസിന്റെ കാര്യമൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. വിഷ്ണുവിന്റെ അച്ഛൻ പറയുന്നുണ്ട്, അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളും, പക്ഷെ കുട്ടികളാണെങ്കിൽ വളർന്നുകൊണ്ടേയിരിക്കും, കുടുംബമാണ് ഏറ്റവും വലുതെന്നൊക്കെ പറയുന്നു. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പിമോളെ വിട്ടിട്ട് സത്യാമ്മയും വിഷ്ണുവും ശ്യാമയും എല്ലാം വരുന്നുണ്ട്. സത്യാമ്മ പറയുന്നുണ്ട്, മോളെ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയിട്ടാണ് സ്കൂളിൽ കൊണ്ടുവിട്ടതെന്നൊക്കെ. മോള് കുറെ കാലമായിട്ട് ഫോട്ടോ നോക്കി ഓരോന്ന് ചോദിക്കുന്നുണ്ട്, അതിനൊരു പരിഹാരം കാണാൻ ഞാൻ തീരുമാനിച്ചെന്ന് പറയുന്നു. അതിനുശേഷമാണെങ്കിൽ വീട്ടിലേക്ക് ഒരാളെ ക്ഷണിക്കുന്നുണ്ട്. സത്യാമ്മ പറയുന്നുണ്ട്, മുൻ മന്ത്രി ഷൺമുഖദാസിന്റെ മകളെ ഞാൻ കണ്ടായിരുന്നു, അവളാണെങ്കിൽ നല്ല സൗന്ദര്യവും മിടുക്കിയുമായ പെൺകുട്ടിയാണ്, കുടുംബ മഹിമയുമുണ്ട്, എനിക്ക് ഡയറക്റ്റ് ചോദിക്കാൻ മടിയാണ്, അതുകൊണ്ടാണ് ബ്രോക്കറെ വെച്ച് ചോദിക്കാമെന്ന് കരുതിയെന്നൊക്കെ പറയുന്നു. ബ്രോക്കറിന്റെ കയ്യിൽ നിന്നും ഫോട്ടോ വാങ്ങിയിട്ട് സത്യാമ്മ നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണുവിനോട് നോക്കാനെന്ന് പറയുന്നു. വിഷ്ണുവിന് അത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ ആ ഫോട്ടോ വലിച്ചു കീറുന്നുണ്ട്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്